പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും പിന്നെ ഇവരുടെ കെ ശങ്കരനും ഇങ്ങനെയുള്ള ഈ ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ കൊടിമരം പുതുക്കിയത് കേട്ടോ. അപ്പോഴാണ് ഇവിടെയാണ് ഏറ്റവും വലിയൊരു തകരാറുണ്ടായത്. അല്ലെങ്കിൽ കൊടിമരം ഈ പുതുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കൊടിമരം പുതുക്കിയപ്പോ എന്താ സംഭവിച്ചു വെച്ചാൽ അതിന്റെ മേലെയുള്ള വാജീവാഹനം പഞ്ചലോഹ നിർമ്മിതമായ 11 കിലോഗ്രാം ഭാരമുള്ള സ്വർണം പൂശിയ പഞ്ചലോക വിഗ്രഹം, അതായത് വാജീവാഹനം, അയ്യപ്പന്റെ വാഹനമായ കുതിര, ആ വാജീവാഹനം തന്ത്രിക്ക് കൈമാറുന്നു. ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ചിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇത് തന്ത്രിക്ക് കൈമാറുകയാണ്. പട്ടാപ്പകൽ നിരവധി ഭക്തന്മാരുടെയും നിരവധി വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ശ്രീകോവിലിന് മുന്നിൽ വെച്ചിട്ട് ഈ വാജീവാഹനം തന്ത്രിക്ക് കൈമാറുന്നു. എന്തിന് കൈമാറി? കാരണം അതാണ് ആചാരം, അതാണ് തന്ത്രസമുച്ചയം എന്ന് പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു കൊടിമരം മാറ്റി പുതിയൊരു കൊടിമരം സ്ഥാപിക്കുമ്പോൾ ആ കൊടിമരത്തിന് മുകളിലുള്ള ഇത്തരത്തിലുള്ള വാജീവാഹനങ്ങൾ ഇതിന്റെ അവകാശി എന്ന് പറയുന്നത് തന്ത്രിക്കാണ് ഇത് കൈമാറേണ്ടത്. അതനുസരിച്ച് വളരെ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടെ അത് തന്ത്രിക്ക് കൊടുക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. പക്ഷെ കഴിഞ്ഞ 3-4 ദിവസമായി TV ചർച്ചകൾ, പത്രങ്ങൾ ഒക്കെ കാണുന്ന നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തന്ത്രി ഇതിന്റെ മുന്നേ നമ്മൾ കേട്ടത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT-ക്കാര് ഈ ഇത് കണ്ടെടുത്തത് ഈ വാജീവാഹനം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് SIT-ക്കാര് വാജീവാഹനം കണ്ടെത്തി എന്ന് നമ്മളൊരു വാർത്ത കണ്ടു. അതിന്റെ 2 മാസം മുമ്പ് തന്നെ തന്ത്രി പറഞ്ഞിരുന്നു, വാജീവാഹനം എന്റെ അടുത്തുണ്ട്, ഞാനത് കൊണ്ടുപോയി തരാം, എന്റെ അടുത്ത് വാജീവാഹനമുണ്ട്, ഞാൻ തരാം എന്ന് തന്ത്രി പറഞ്ഞിരുന്നു. ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജീവാഹനം കണ്ടെടുക്കുന്നു. അങ്ങനെ ഒരു പുതിയൊരു നറേഷൻ ഉണ്ടാക്കി. ഈ തന്ത്രി വാജീവാഹനം കട്ടെടുത്തു. അപ്പൊ തന്ത്രിയെ കൂടുതൽ കുഴപ്പത്തിലാക്കണം, തന്ത്രി ആണ് ഏറ്റവും വലിയ കള്ളൻ എന്ന് സ്ഥാപിക്കണം. ഇതിനു വേണ്ടിയിട്ട് തന്ത്രി വാജീവാഹനം കട്ടെടുത്തു, അത് കടൽ കടത്തി, അത് കോടികളുടെ വിലക്ക് മറിച്ചു വിറ്റു എന്നൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതാണ് കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ കൊടിമരം മാറ്റിയപ്പോ ഈ കൊടിമരം കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ്, കോൺഗ്രസിന്റെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ആ ദേവസ്വം ബോർഡ് ഏറ്റവും വലിയ ഒരു കള്ളത്തരമാണ് കാണിച്ചത്. ഒരു കേടുപാടുമില്ലാത്ത സ്വർണ്ണ കൊടിമരം അവര് മാറ്റി പുതിയൊരു കൊടിമരം സ്ഥാപിച്ചു. അപ്പൊ അതിന്റെ മേലുള്ള ഈ വാജീവാഹനം എന്ത് ചെയ്തു? വാജീവാഹനം എടുത്തിട്ട് തന്ത്രിക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പാടില്ല അത്രേ. അതാണ് കഴിഞ്ഞ ഇന്നറിയ പത്രങ്ങളുടെ ഒക്കെ മെയിൻ സ്റ്റോറി. അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ ഞാനത്. ഇന്നത്തെ ദേശാഭിമാനിയാണ് കേട്ടോ. ഇന്നത്തെ ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറിയാണ്. മറ്റു പത്രങ്ങളൊന്നും മെയിൻ സ്റ്റോറി ആക്കിയില്ല. പക്ഷെ ദേശാഭിമാനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം വാജീവാഹനം തന്ത്രി കട്ടുകൊണ്ടുപോയി, അല്ലെങ്കിൽ വാജീവാഹനം കോൺഗ്രസ്സുകാര് തന്ത്രിക്കെടുത്ത് കൊടുത്തു. ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വാജീവാഹനം കൈമാറിയത് ഉത്തരവ് ലംഘിച്ച്. ഏത് ഉത്തരവ് എന്നറിയോ? അതായത് 2012 ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അത്രേ. 2017 കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത് കേട്ടോ. അതിന്റെ 5 വർഷം മുമ്പ് മറ്റൊരു ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു അത്രേ. ആ ഉത്തരവിൽ ആ ദേവസ്വം ബോർഡ് പറയുന്നു, ഇത്തരത്തിലുള്ള വാജീവാഹനോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഈ വസ്തുക്കളൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല, ഇതൊക്കെ ക്ഷേത്രത്തിനകത്ത് തന്നെ സൂക്ഷിക്കണം എന്ന് 2012 ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു അത്രേ. പക്ഷേ ഓരോ കാലത്തെ ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള ഓരോ ഉത്തരവുകൾ ഉണ്ടാക്കാം. ആ ഉത്തരവുകൾ അടുത്തൊരു ദേവസ്വം ബോർഡ് പാലിക്കണമെന്നൊന്നുമില്ല. ആ ഉത്തരവിന് പ്രത്യേകിച്ച് നിയമപ്രാബല്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയിട്ടും ഈ കുറ്റം മുഴുവൻ കോൺഗ്രസുകാരുടെ തലയിൽ പെടുത്താൻ വേണ്ടിയിട്ട്, ഈ കുറ്റം മുഴുവനും തന്ത്രിയുടെ തലയിൽ പെടുത്താൻ വേണ്ടിയിട്ട് വാജീവാഹനം കൈമാറിയത് ഉത്തരവ് ലംഘിച്ചത്. ഏത് ഉത്തരവ്? കോടതി ഉത്തരവൊന്നുമല്ല, മുൻ ദേവസ്വം ബോർഡിന്റെ അങ്ങനെ ഒരു ഉത്തരവ് ലംഘിച്ചു എന്നാണ് ഇന്നലെ വരെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞിട്ടില്ലേ, തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, ഡെക്കാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നു, തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല. ഈ വാജീവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് ദേശാഭിമാനി ഇന്നത്തെ മെയിൻ സ്റ്റോറി അടിച്ചിരിക്കുകയാണ്. വാജീവാഹനം കൈമാറിയത് ഉത്തരവ് ലംഘിച്ച്. ഇന്നിതാ ഹൈക്കോടതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതിന്റെ മുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. ഈ വാജീവാഹനം കൈമാറിയ ആ ഒരു ഘട്ടമുണ്ട് 2017 CPM-ന്റെ പ്രതിനിധിയായ കെ ശങ്കരൻ ഉണ്ടായിരുന്നു. പക്ഷെ ശങ്കരൻ ഇന്നലെ പറഞ്ഞതാണെന്നറിയോ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോഴാണ് ഇന്ന് പുതിയ ചിത്രം വന്നത്. ഈ കൈമാറുന്ന ചടങ്ങ്, ഈ വാജീവാഹനം ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിട്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇത് തന്ത്രിക്ക് കൈമാറുന്ന ചടങ്ങിൽ മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ ശങ്കരൻ.
ആ ശങ്കരനാണ് ഉളുപ്പില്ലാതെ ഇന്നലെ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സഖാക്കൾ മുഴുവൻ ഇത്രയും വലിയ കള്ളന്മാരാണെന്നുള്ള വേറെ തെളിവ് വേണോ? അതായത് എന്തോ ഭയങ്കര കുറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നു, അപ്പൊ ഞാൻ അതിലേക്കൊന്നും ഇല്ല. അതായത് ഈ ശങ്കരനും വിചാരിക്കുകയാണ് ഈ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് എന്തോ വലിയ അപരാധമാണ്, അതുകൊണ്ട് ഞാൻ അക്കൂട്ടത്തിലൊന്നുമില്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ ആ ബാത്തൂടി ഒന്നും പോയിട്ടില്ല എന്ന് പറയാണ്. ഇയാളുണ്ട് കൂടെ, ഇയാളുണ്ട് മുന്നിൽ, ഇയാൾ നിന്നോട്ടെ എന്ന് ഇതിനൊരു തകരാറില്ല. അതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് 2017 ഈ സ്വർണ്ണക്കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രിക്ക് കൊടുക്കുമ്പോൾ ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. കാരണം ഈ സ്വർണ്ണക്കൊടിമരം മാറ്റുന്നത് വളരെ വ്യക്തമായി ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം. ഹൈക്കോടതിയുടെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ, ഹൈക്കോടതി നിയമിച്ച ASP കുറുപ്പ് എന്ന് പേരുള്ള ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ എല്ലാവിധ എന്താ പറയാ നിരീക്ഷണത്തിലുമാണ് ഈ സ്വർണ്ണക്കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത്, ഈ വാജി വാഹനം തന്ത്രിക്ക് കൈമാറുന്നത്. ഇതപ്പോഴപ്പോൾ ഈ ASP കുറുപ്പ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ടായിരുന്നു. 6 ഇടക്കാല റിപ്പോർട്ടുകൾ, 6 ഇന്ററിം റിപ്പോർട്ടുകൾ ഈ ASP കുറുപ്പ് എന്ന് പറയുന്ന അഭിഭാഷക കമ്മീഷൻ അക്കാലത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഏറ്റവും അവസാനം ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. തീർന്നില്ല, ഹൈക്കോടതി അത് കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഈ ASP കുറുപ്പിന്റെ നിരീക്ഷണവും അദ്ദേഹത്തിന്റെ നേതൃപാഠവും അതിഗംഭീരമായിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചത്, വളരെ സ്തുത്യർഹമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജോലി ചെയ്തത് എന്ന് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി ഇദ്ദേഹത്തെ അഭിനന്ദിച്ചു. ആരെ? ഈ ASP കുറുപ്പിനെ. എന്ന് പറഞ്ഞാൽ 2017 ഇപ്പൊ ഈ ദേശാഭിമാനിക്കാരും അല്ലെങ്കിൽ ഈ അന്തംഗമ്മികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണമുണ്ടല്ലോ, 2017 സ്വർണ്ണക്കൊടിമരം അക്കാലത്തെ കോൺഗ്രസിന്റെ ആൾക്കാർ, കോൺഗ്രസിന്റെ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ഒക്കെ ചേർന്നിട്ട്, പിന്നെ ഞങ്ങളെ ശങ്കരൻ പിന്നെ ഒന്നും കാണൂല, ഞങ്ങളെ ശങ്കരൻ ഇതിലൊന്നും കാണില്ല, കണ്ണുവട്ടനാണ്, ബധിരനാണ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ശങ്കരൻ ഇവരെന്ത് ചെയ്താലും ശങ്കരൻ അതിൽ പ്രതിയല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ 2017 നടന്ന എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു, ഹൈക്കോടതിയുടെ കൃത്യമായ സമ്മതത്തോടെയായിരുന്നു. ഈ വാജി വാഹനം ഈ തന്ത്രിക്ക് സമർപ്പിച്ചത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ, ഹൈക്കോടതിയുടെ സമ്മതപ്രകാരം, ഹൈക്കോടതി എല്ലാ തരത്തിലുള്ള അംഗീകാരവും നൽകിയിട്ടാണ് ഇത് തന്ത്രി കൊണ്ടുപോകുന്നത്. എന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വാജി വാഹനം തന്ത്രി കട്ടുകൊണ്ടുപോയി, കോൺഗ്രസ്സുകാര് കട്ടുകൊണ്ടുപോയി, അതിന് കൂടെ എന്താണ് പറയാ, അഷ്ടദിക്പാലകരെ കാണാനില്ല. ഈ അഷ്ടദിക്പാലകരടക്കം സ്വർണ്ണക്കൊടിമരത്തിലെ ഭാഗങ്ങളെല്ലാം കൃത്യമായി അളന്ന് കണക്ക് വെച്ച് ഇത് സ്ട്രോങ് റൂമിൽ അടച്ചുപൂട്ടി ഇതിന്റെ വിശദാംശങ്ങളും ഈ ASP കുറിപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് ഹൈക്കോടതി നിയോഗിച്ച SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മൾ ഇക്കാലം അത്രയും വിശ്വസിച്ചു. ഇവര് വളരെ കൃത്യതയോടെ, വളരെ സൂക്ഷ്മതയോടെ, വളരെ നിഷ്പക്ഷമായി, വളരെ ധീരമായി ഇവർ ഈ അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ ഇവര് ഈ ഹൈക്കോടതി പോലും 2017 ഹൈക്കോടതി പോലും അംഗീകരിച്ച ഒരു റിപ്പോർട്ട് അതവിടെ കിടക്കവേ അത് നോക്കാതെ ഇവർ വീണ്ടും അന്വേഷണത്തിന്റെ പിന്നാലെ പോയിക്കാണ്. വീണ്ടും ഇവർ ഈ 2017 ഈ സ്വർണ്ണക്കൊടിമര മാറ്റം എന്ന് പറഞ്ഞത് ഇവിടെ എന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാരെ പിടിച്ചകത്താക്കണം, അജയ് തറയിലിനെ എങ്ങനെങ്കിലും പിടിച്ചകത്താക്കണം, തന്ത്രിയെ വീണ്ടും തന്ത്രിയെ അപഹാസ്യനാക്കണം, ഇയാൾ കള്ളനാണെന്ന് വരുത്തി തീർക്കണം, ഇയാൾ ഈ വാജി വാഹനം കൊണ്ടുപോയി ഇയാൾ കോടികൾക്ക് വിറ്റു എന്നൊക്കെ. ഇത് തന്ത്രിക്ക് കൊടുത്തതാണേ, തന്ത്രി വിൽക്കുവോ? അത് എന്തുവേണേ തന്ത്രി ചെയ്യട്ടെ, അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഹൈക്കോടതി പറഞ്ഞതല്ലേ. ഇങ്ങനെ അപ്പോൾ ഇവരുടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തലകുത്തി മറിഞ്ഞിട്ട് ഈ വരുന്ന 3 മാസത്തിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും പത്മകുമാറിനെ പുറത്തു ചാടിക്കണം, വാസുവിനെ പുറത്തു ചാടിക്കണം, വിജയകുമാറിനെ പുറത്തു ചാടിക്കണം, ശങ്കർദാസിനെയും പുറത്തു ചാടിക്കണം, 4 CPMകാരെയും എങ്ങനെയെങ്കിലും പുറത്ത് ചാടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും അജയ് തറയിലിനെ അകത്താക്കണം, ഈ നമ്മുടെ ആന്റോ ആന്റണിയെ പിടിച്ച് അകത്താക്കണം, അടൂർ പ്രകാശിനെ പിടിച്ച് അകത്താക്കണം, സോണിയാഗാന്ധിയെ അത്ര പെട്ടെന്ന് അകത്താക്കാൻ പറ്റൂലെങ്കിലും ഒരു നോട്ടീസ് എന്തെങ്കിലും അയച്ചിട്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കണം. ഇതൊക്കെയാണ് കാരണഭൂതത്തിന്റെ ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ദുഷിപ്പ്, എത്രമാത്രം കുടില ചിന്താഗതിയോടെയാണ് ഇവർ ഈ അന്വേഷണ കമ്മീഷനെ ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കടകംപള്ളി ഇതാ പിടിക്കാൻ പോകുന്നു, വാസ്തവൻ ഇതാ പിടിക്കാൻ പോകുന്നു. ഒരു പിടിക്കലുമില്ല. കാരണം പിണറായിയുടെ പോലീസാണ്. പിണറായി കണ്ണുരുട്ടിയിട്ടുണ്ട്, പിടിക്കരുത്. ഞാൻ പറയുന്നതിനനുസരിച്ച് ഹൈക്കോടതി നോക്കിക്കോട്ടെ. അന്വേഷണം നടത്തുന്നത് നിങ്ങളാണല്ലോ. അതായത് ഹൈക്കോടതി അല്ലല്ലോ അന്വേഷണം നടത്തുന്നത്, അത് നിങ്ങളാണല്ലോ. നിങ്ങൾ അത്ര അന്വേഷണം നടത്തിയാൽ മതി.
ഇനി കൂടുതൽ നിങ്ങൾ ഈ 2025 ഒന്ന് അന്വേഷണം നടത്തി വരണ്ട. വാസവന്റെ അടുത്തേക്ക് നിങ്ങൾ വരണ്ട, പ്രശാന്തിന്റെ അടുത്തേക്ക് വരണ്ട, കടകംപള്ളിയെ നിങ്ങൾ തൊടണ്ട. നിങ്ങൾ തന്ത്രിക്കെതിരെ ഇനിയും കുറ്റങ്ങൾ ചുമത്തൂ. എങ്ങനെയെങ്കിലും നിങ്ങൾ അജയ് തറയിലെ പിടിച്ചിടൂ. പ്രയാർ ഗോപാലേഷനെ പിടിച്ചിടാൻ പറ്റില്ല, പാവം മരിച്ചുപോയി. പിന്നെ ഞങ്ങളൊക്കെ ശങ്കരനെ കൂട്ടത്തിലുണ്ട്. ശങ്കരൻ പിന്നെ ഒന്നും കാണൂല, ഒന്നും കേൾക്കൂല. അതുകൊണ്ട് ശങ്കരനെ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ഈ കേസ് സ്വർണം കട്ടവരാരപ്പ? സഖാക്കളാണേ അയ്യപ്പ. 100 പ്രാവശ്യം, 100 അല്ല 10,000 ലക്ഷം കോടി തവണ പറയണം. സഖാക്കൾ തന്നെയാണ് കട്ടത്. നിങ്ങൾ ഇനി എത്ര തലകുത്തി പറഞ്ഞാലും, നിങ്ങൾ ഇനി എത്ര കള്ളക്കഥകൾ മെനഞ്ഞാലും ഭഗവാൻ അയ്യപ്പൻ ഇതൊക്കെ കാണിച്ചു തരും. ഒരു 24 മണിക്കൂറിന്റെ ആയുസ് പോലും ഉണ്ടായില്ലല്ലോ. ഇതാ നാളത്തെ ദേശാഭിമാനി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇന്നത്തെ ദേശാഭിമാനിയില് തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, ഉളുപ്പും മാനില്ലാതെ ഹെഡിങ് എഴുതിയാണ് തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്ന്. ഹൈക്കോടതിയാണ് പറയുന്നത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. തന്ത്ര സമുച്ചയത്തിലെ വിധി പ്രകാരം ഹൈക്കോടതി പറയുന്നു ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, തന്ത്രി കൊണ്ടുപോട്ടെ. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് 13 വർഷത്തിന് ശേഷം, 13 അല്ല, 2017, അത് കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം ഇവർ പറയാണ് തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് മേലെയാണ് പിണറായി വിജയന്റെ ഈ ടോയ്ലറ്റ് പേപ്പർ. തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, വാജിവാഹനം കൈമാറിയത് ഉത്തരവ് ലംഘിച്ച്. പൊളിഞ്ഞത് കോൺഗ്രസ് നേതാവ് അജയ് തറയിലെ വാദം. അജയ് തറയിലെ വാദമല്ല പൊളിഞ്ഞത് നിങ്ങളുടെ അന്തം കമ്മികളുടെ കുത്തിത്തിരിപ്പാണ് പൊളിഞ്ഞത്. നിങ്ങളുടെ കള്ളക്കഥകളാണ് പൊളിഞ്ഞത്. ദേശാഭിമാനി പത്രത്തിന്റെ കള്ളക്കഥയാണ് പൊളിഞ്ഞത്. അതല്ലാതെ അജയ് തറയിലെ വാദമല്ല പൊളിഞ്ഞത് കേട്ടോ. അജയ് തറയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ക്രമപ്രശ്നവുമില്ല, ഇതിലൊരു അഴിമതിയുമില്ല. കാരണം ഇത് തന്ത്ര സമുച്ചയത്തിലെ ആചാര വിധി പ്രകാരമാണ് ഈ തന്ത്രിക്ക് നൽകിയത് എന്ന് അജയ് തറയിൽ നേരത്തെ പറഞ്ഞു. എന്നിട്ട് പറയാണ് അജയ് തറയിൽ എന്താണ് പൊളിഞ്ഞത്? കോൺഗ്രസ് നേതാവ് അജയ് തറയിലെ വാദം. സ്വർണ്ണ മോഷണ കേസ് ഉണ്ടായപ്പോൾ വാജിവാഹനം ബോർഡിന് മടക്കി നൽകാൻ തന്ത്രിയുടെ ശ്രമം. തന്ത്രി മാന്യനായതുകൊണ്ട്, തന്ത്രി അത്രയ്ക്കും ഒരു ശുദ്ധാത്മാവായതുകൊണ്ട് തന്ത്രി ഈ അന്വേഷണമൊക്കെ തുടങ്ങിയപ്പോൾ തന്ത്രി പറയാണ് ഈ വാജിവാഹനം എന്റെ അടുത്തുണ്ട്, അത് കൊണ്ടുപോയിക്കോളി എന്ന് പറയാണ്. എന്നിട്ടാണ് തന്ത്രി ഇത് കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കള്ളക്കഥയുണ്ടാക്കിയത്. നിങ്ങളിന്ന് അയ്യപ്പൻ ഒരു കാലത്തും വെറുതെ വിടില്ല മക്കളെ. നിങ്ങളെ പിടിക്കും. പിണറായി വിജയ, നിന്റെ 3ാമത്തെ ഭരണം, അത് മോനെ 110 അല്ല, നിനക്കൊരു 10 സീറ്റ് പോലും കിട്ടില്ല. കാരണം നീ അയ്യപ്പനോടാണ് കളിക്കുന്നത് വിജയ കേട്ടോ. ഇതാ ദേശാഭിമാനി പത്രത്തിന്റെ ഉള്ളിൽ ഇനിയും വാർത്തകൾ. അതായത് ഇതാ ഏത് പേജിലാണ്? 7ാം പേജിൽ. നടപടിയിൽ ദുരൂഹത, കൊടിമരം മാറ്റിയത് UDF ബോർഡ്. പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാലേ ഈ കൊടിമരം മാറ്റിയെങ്കിൽ അതിനക്കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഓർഡറുകൾ ഉണ്ടായിരുന്നു, ഹൈക്കോടതി നിരീക്ഷിച്ചു എന്നൊക്കെ നോക്കേണ്ടതാണ്. കിട്ടിയ പാട് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ അടിക്കണം, എങ്ങനെയെങ്കിലും അജയ് തറയിലെ പിടിക്കണം, എങ്ങനെയെങ്കിലും അടൂർ പ്രകാശിനെ പിടിക്കണം, എങ്ങനെയെങ്കിലും സോണിയാഗാന്ധിയെ പിടിക്കണം, എങ്ങനെയെങ്കിലും തന്ത്രിയെ വീണ്ടും അറസ്റ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് കൊടിമരം മാറ്റിയത് UDF ബോർഡ്. പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞ വാജിവാഹനം കോടികളുടെ മൂല്യമുള്ള പുരാവസ്തു ആയിക്കോട്ടെന്ന്. കോടികളുടെ മൂല്യമുള്ള പുരാവസ്തു ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. ഹൈക്കോടതി പറഞ്ഞാൽ ഹൈക്കോടതിന്റെ മേലുള്ള സുപ്രീം കോടതി അല്ലല്ലോ. ഈ CPM-ന്റെ സഖാക്കന്മാര് മിണ്ടരുത് കേട്ടോ. ഇതാ വേറൊന്ന്, മാധ്യമങ്ങൾ വ്യാജ വാർത്ത മെനയുന്നു അത്രേ. ശില്പവാളി അറ്റകുറ്റപ്പണി തന്ത്രിയുടെ കത്ത് പരിഗണിച്ച് PS പ്രശാന്ത് താൻ അതായത് കള്ളത്തരം ചെയ്ത് ഞാൻ പിടിക്കപ്പെടുമെന്നാവുമ്പോൾ PS പ്രശാന്ത് വീണ്ടും പറയുന്ന ഏറ്റവും വലിയൊരു വാദം എന്താണെന്നറിയോ? അതായത് ശില്പങ്ങൾ അഴിച്ചെടുക്കും മുമ്പ് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങിയില്ല എന്നത് കൃത്യവിലോപമാണ്. പ്രശാന്ത് പറയാണ് അങ്ങനെ ഒരു കൃത്യവിലോപം ഞാൻ കാണിച്ചു, അതിന് സെക്രട്ടറി കോടതിയിൽ മാപ്പ് അഭ്യർത്ഥിച്ചു. അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അതായത് അവിടുത്തെ ശില്പവാളികൾ അടർത്തിയെടുക്കുമ്പോ അത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങണം എന്ന ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങണം എന്ന നിർദ്ദേശം ഞങ്ങൾ പാലിച്ചില്ല, അതിന് ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ചു. അപ്പൊ PS പ്രശാന്തിന്റെ വാദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തട്ടിപ്പ് നടത്തി, ഞങ്ങൾ കൊള്ള നടത്തി, പക്ഷെ ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ചു. മാപ്പേ എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് ആരെ വിളിക്കാം? സോണിയാഗാന്ധിനെ നിങ്ങൾക്ക് പിടിച്ച് അകത്തിടാം, അടൂർ പ്രകാശിനെ അകത്തിടാം, ആന്റോ ആന്റണിയെ അകത്തിടാം, അജയ് തറയിലിനെ അകത്തിടാം. ഇതാണ് സഖാക്കളുടെ വാദം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഞാൻ ദേശാഭിമാനിയെ മാത്രമല്ല കുറ്റപ്പെടുന്നത് കേട്ടോ. ഇന്നിറങ്ങിയ ദേശാഭിമാനിയുടെ അത്ര കടുപ്പത്തിലല്ലെങ്കിലും ഇന്നിറങ്ങിയ മിക്കവാറും എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത്
2012 ദേവസ്വം ബോർഡിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഓർഡർ മറികടന്നുകൊണ്ട് തന്ത്രിക്ക് ഇത് അജയ് തറയിലിന്റെ നേതൃത്വത്തിൽ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അജയ് തറയിലിന് ഈ വാജിവാഹനം കൊടുത്തു. കോൺഗ്രസ് എന്തോ മഹാ അപരാധം ചെയ്തു. ദേവസ്വം ബോർഡിന്റെ ഈ റിപ്പോർട്ട് അവഗണിച്ചു, ഓർഡർ അവഗണിച്ചു എന്ന രീതിയിലാണ് എല്ലാ പത്രങ്ങളും കൊടുത്തത്. ഇന്നലെ എന്താ പറയാ രാത്രി നടന്ന ഈ TV ചർച്ചകളിൽ മുഴുവനും ഞാൻ ഇന്നലെ കണ്ടത് ഏഷ്യാനെറ്റിന്റെ ചർച്ചയായിരുന്നു. ഏഷ്യാനെറ്റിലെ വിനു വി ജോണുമായി ചർച്ച നടത്തുമ്പോൾ ശ്രീജിത്ത് പണിക്കരൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. പക്ഷെ അപ്പം ഈ മഹേഷ് തന്ത്രി എന്നിട്ടും പറഞ്ഞ ഒരു തന്ത്രി, അയാൾ സ്ഥിരമായിട്ട് ഈ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഇപ്പം വരുന്നതാണ് മഹേഷ് തന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടു. അതായത് ഈ ഫോട്ടോ ഒക്കെ കണ്ടു, ഈ തന്ത്രിക്ക് മറ്റേ വാജിവാഹനം തന്ത്രിക്ക് എടുത്ത് കൊടുക്കുന്നൊക്കെ കണ്ടു. അത് കൊടിമരത്തിന്റെ മേലിന് ഇറക്കിയപ്പം ഇയാളുടെ കയ്യിലേക്കാണ് കൊടുത്തതാണ്, അതല്ലാതെ ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തതല്ല. എടോ മഹേഷ് തന്ത്രിയെ, ഹൈക്കോടതിയുടെ റിപ്പോർട്ട് കണ്ടില്ലടോ താൻ? ഈ മാതിരി ഈ TV ചർച്ചയിൽ വന്നിരുന്നിട്ട് തനിക്ക് അറിയാത്ത കാര്യം ഇങ്ങനെ വിളമ്പടോ? അത് ഇങ്ങനെ കൊടിമര ഇറക്കുമ്പോൾ തന്ത്രിയുടെ കയ്യിലേക്കൊന്ന് കൊടുത്തതാണ്, അതല്ല തന്ത്രിക്ക് കൊടുത്തതല്ല. അതങ്ങനെ തന്ത്രിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനാണല്ലോ, ഈ മഹേഷ് തന്ത്രിയാണല്ലോ തീരുമാനിക്കുന്നത്. ഹൈക്കോടതിയുടെ ഈ പറയുന്ന അഭിഭാഷക കമ്മീഷണർ, അഡ്വക്കേറ്റ് കമ്മീഷണർ വളരെ കൃത്യമായി 6 എന്താ പറയാ ഇന്ററിം റിപ്പോർട്ടുകളിലൂടെ, ഇടക്കാല റിപ്പോർട്ടുകളിലൂടെ, അതിനുശേഷം ഒരു അന്തിമ റിപ്പോർട്ടിലൂടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഹൈക്കോടതി ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം കുറ്റമറ്റ റിപ്പോർട്ടുകളാണ്. വളരെ വളരെ സൂക്ഷ്മമായി, വളരെ പഠിച്ചുകൊണ്ട്, വളരെ സമഗ്രമായി തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ASP കുറുപ്പിനെ അഭിനന്ദിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇറക്കിയ രേഖ ഇതൊക്കെ ഇപ്പൊ പുറത്തു വന്നു. ഇനിയിപ്പോ മഹേഷ് തന്ത്രി ഏതാ പറയാൻ പോകുന്നത്? ഹൈക്കോടതിനെ ഞങ്ങൾ അങ്ങനെ പറയോ? ഹൈക്കോടതിയെ ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ഹൈക്കോടതിയും ഈ പറയുന്ന കൊള്ളയുടെ ഭാഗമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നിങ്ങൾ പോകുമോ? ഈ അന്തംഗമ്മികൾ ചിലപ്പോൾ പോകും. അന്തംഗമ്മികൾ എന്തും പറയാലോ, എന്തും വിളിച്ചു പറയാലോ. അപ്പൊ അയ്യപ്പന്റെ സ്വർണം കട്ടത് നിങ്ങൾ തന്നെയാണ്, സഖാക്കൾ തന്നെയാണ്. നിങ്ങൾ അതിന്റെ ഇടയിൽ എന്ത് തരത്തിലുള്ള ഈ മാതിരി ഈ തെണ്ടിത്തരങ്ങൾ ചെയ്താലും നാറിത്തരങ്ങൾ ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടില്ല കേട്ടോ. കട്ടത് നിങ്ങൾ തന്നെയാണ്. കേരളത്തിലെ അമ്പലക്കൊള്ളക്കാർ എന്ന് പറയുന്നത്, അമ്പലക്കള്ളന്മാർ എന്ന് പറയുന്നത്, അമ്പലം വിഴുങ്ങികൾ എന്ന് പറയുന്നത് നിങ്ങളാണ്, സഖാക്കളാണ്. സ്വർണം കട്ടവരാരപ്പ? സഖാക്കളാണ് അയ്യപ്പ, അല്ലേ? സ്വർണം കട്ടവരാരപ്പ? സഖാക്കളാണ് അയ്യപ്പ. ശബരിമല ശ്രീ ശാസ്താവിന്റെ സ്വർണം കട്ടത് സഖാക്കളാണ്. അതല്ല എന്ന് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും കോടതിക്ക് മുകളിൽ അയ്യപ്പന്റെ ഒരു സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ട് കേട്ടോ, മറക്കരുത്. അയ്യപ്പനാണ് ഇതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയ, അയ്യപ്പനോട് കളിക്കല്ലേ വിജയ, അത്ര എനിക്ക് പറയാനുള്ളൂ. ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരോ ശ്രമങ്ങളും പൊളിയുകയാണ്. ഏറ്റവും അവസാനത്തെ അഡപടലം പൊട്ടിപ്പോയ എന്ന് പറഞ്ഞാൽ, സ്വർണക്കൊള്ള നടത്തിയത് ഞങ്ങളല്ല, സഖാക്കന്മാരല്ല സ്വർണക്കൊള്ള നടത്തിയത്, അത് നടത്തിയത് തന്ത്രിയും കുറച്ച് കോൺഗ്രസ് നേതാക്കളും ആണ് എന്ന തരത്തില് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനഃപൂർവ്വം ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നത്. സാധാരണ ജനങ്ങൾ വിശ്വസിക്കും ഇത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണല്ലോ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു SIT ആണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആഴ്ചക്കാഴ്ചക്ക് ഹൈക്കോടതി ഇത് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കുറ്റമറ്റ രീതിയിൽ വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണമായിരിക്കും നടത്തുക എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. പക്ഷേ അങ്ങനെയൊക്കെ നടന്ന് ഈ സഖാക്കൾ പിടിയിലായതോടെയാണ്, അല്ലെങ്കിൽ മുരാരി ബാബു പിടിയിലായി, വാസു പിടിയിലായി, പത്മകുമാർ പിടിയിലായി, കടകംപള്ളി പിടിയിലാകാൻ വേണ്ടി പോകുമ്പോഴാണ് കാരണഭൂതത്തിന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ കടകംപള്ളി പിടിയിലായാൽ അടുത്തത് പ്രശാന്ത് പിടിയിലാകും, പ്രശാന്ത് പിടിയിലായാൽ വാസവൻ പിടിയിലാകും, ഇവരൊക്കെ പിടിയിലായാൽ താനും പിടിയിലാകും എന്ന് മനസ്സിലായപ്പോഴാണ് കാരണഭൂതം തന്റെ പോലീസുകാരെ അങ്ങനെ ഹൈക്കോടതിയുടെ നിയന്ത്രണം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട, എന്റെ നിയന്ത്രണം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് കാരണബോധം തീരുമാനിക്കുന്നത് കേട്ടോ. അതിനെ തുടർന്നിട്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ തന്ത്രിയെ ഇത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ട കാരണം എന്ത്? ഇവർ പറഞ്ഞ കുറ്റം എന്ന് പറഞ്ഞാൽ ആചാരങ്ങളിൽ വീഴ്ച വരുത്തി, ആചാരാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തി, ദേവന്റെ അനുജ്ഞ വാങ്ങി കൊടുത്തില്ല, ഈ സ്വർണ്ണപ്പാളികള് പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവന്റെ അനുജ്ഞ വാങ്ങി കൊടുത്തില്ല,
തന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, തന്ത്രി റിപ്പോർട്ട് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്ത് കേട്ടോ. അതേ ന്യായം കൊണ്ട് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അതായത് ഈ ജയകുമാർ വരുന്നതിന് തൊട്ടു മുമ്പുള്ള പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വത്തിന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? കാരണം ദേവസ്വം പ്രസിഡന്റായ പി എസ് പ്രശാന്തിന്റെ കാലത്താണ് വീണ്ടും ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയത്. വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഇതേ കള്ളന്റെ അടുത്ത് കൊണ്ടുപോയത്, ഇതേ കള്ളനെ കൂട്ടിക്കൊണ്ടുപോയത്, ഈ പോറ്റിയെ കൂട്ടിക്കൊണ്ടുപോയത്. ഇത് ആരെ അറിയിക്കാതെ? ഹൈക്കോടതി അറിയിക്കാതെ, ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ, അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ അദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ചാണ് കൊണ്ടുപോയത്. അപ്പോഴാണ് ഹൈക്കോടതി ഇത് പിടിച്ചത്. എന്നിട്ട് പറഞ്ഞു, തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങളുടെ സമ്മതമില്ലാതെ എന്തിനു ഇത് പുറത്തേക്ക് കൊണ്ടുപോയി? ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് ഉരുക്കിപ്പോയിരുന്നു അത്രേ. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത്, ഉരുക്കി പോയെങ്കിൽ പിന്നെന്താ ചെയ്യുക, ഏതായാലും ഇത് പൂശിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. മാത്രമല്ല ഹൈക്കോടതി പലവട്ടം പറഞ്ഞു, ഈ 2019 ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കൊള്ള അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് 2025 ശ്രമം നടന്നു. 2025 ഈ പൂശലും സംശയാസ്പദമാണ്. 2025 ഇത് പൂശാൻ വേണ്ടി പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. പുറത്തു കൊണ്ടുപോയത് പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ്, വാസവന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, വാസവനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ആരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ? തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, അട്ടപടലം പൊട്ടി പാർട്ടി. കാരണം എന്ത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഈ ദൂർത്തും ദുർഭരണവും ഭരണവിരുദ്ധ വികാരം തന്നെ. ആ വിരുദ്ധ വികാരത്തിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അമ്പലക്കള്ളന്മാരാണ് സഖാക്കൾ, അമ്പലക്കള്ളന്മാരാണ് CPM-കാർ. സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് നാട് നീളെ കുട്ടികൾ പാടി നടക്കുകയാണ്, ഇപ്പോഴും പാടി നടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇപ്പം അകത്ത് കിടക്കുന്നത് വാസുവും പത്മകുമാറുമാണ് അകത്ത് കിടക്കുന്നത്. വാസുവും പത്മകുമാറും ഇപ്പൊ ശങ്കർദാസും അകത്ത് കിടന്നു, വിജയകുമാറും അകത്ത് കിടക്കുന്നു, 4 നേതാക്കന്മാർ അകത്ത് കിടക്കുകയാണ്. കോൺഗ്രസിന്റെ ആരും അകത്ത് കിടക്കുന്നില്ല. ഇങ്ങനെ പോയാൽ അപകടമാണ്. അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും തങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റില്ല. ജനങ്ങൾ വിളിക്കും, കൈചൂണ്ടി വിളിക്കും, അമ്പലക്കള്ള എന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് കാരണഭൂതത്തിന്റെ ബുദ്ധിയിൽ, അല്ലെങ്കിൽ പി ശശിയുടെ ബുദ്ധിയിൽ, ഇതിന്റെ കൂടെ ആരെയും അറസ്റ്റ് ചെയ്യണം, ഇതിന്റെ കൂടെ കുറെ കോൺഗ്രസ്സുകാരെയും അറസ്റ്റ് ചെയ്യണം, തന്ത്രിയെയും അറസ്റ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇവർ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഇനി നടക്കുന്നത് ആരെ അറസ്റ്റ് ചെയ്യാനാണ്? ആന്റണി, അടൂർ പ്രകാശ് അല്ലെ? അടൂർ പ്രകാശിനെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. അതായത് അടൂർ പ്രകാശും ആന്റണിയും സോണിയാഗാന്ധിയും പോറ്റിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതെന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇതാ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലേ? നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയില്ലേ? ഒരാഴ്ചയിൽ മേലെയായി അടൂർ പ്രകാശിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടേ എന്ന് പറഞ്ഞാൽ എന്തിനു ചോദ്യം ചെയ്യാന്ന്? പോറ്റി ഒരുപാട് ആൾക്കാരുടെ കൂടെ നിന്ന് പടങ്ങളില്ലേ? അപ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസ്സുകാർ അകത്താക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ SIT ഈ ഏറ്റവും പ്രധാനപ്പെട്ട 2019 അന്വേഷണം പോലും ഇവിടെ സ്വർണം ഈ സ്വർണമൊക്കെ എന്ത് ചെയ്തു? ഇത് വിദേശത്തേക്ക് കടത്തിയോ? ഇനിയും ഇതിൽ കൂടുതൽ പേർ പങ്കാളികളായ ആൾക്കാർ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ട് നിർത്തിയിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിട്ടില്ല. 2025 കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ടില്ല. പ്രശാന്ത് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച പ്രശാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് മനസ്സിലാക്കിയിട്ടും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ പ്രശാന്തിന്റെ കാലത്തുണ്ടായിരുന്ന മന്ത്രി വാസവനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊന്നും അന്വേഷിക്കാതെ ഇതൊക്കെ ബ്രേക്ക് ചവിട്ടിയിട്ട് വേണ്ട ഇനിയും അന്വേഷിച്ചു പോയാൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ പിടിയിലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് നേരെ പോയി കണ്ട് 2017 കൊടിമര മാറ്റം. അതാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് SIT-കാർ അന്വേഷിക്കുന്നത്. 2017 ഒരു കൊടിമരം, ഈ കൊടിമര മാറ്റമൊന്നും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SIT-യോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടില്ല. ഹൈക്കോടതി ഇവരോട് കാര്യം പറഞ്ഞത് 2018-19 കാലത്ത് ഈ വിജയ് മല്യ സ്വർണ്ണ പാളികൾ പതിച്ച ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും മറ്റും അത് കൊണ്ടുപോയിട്ട് ഒരു 4.5 കിലോഗ്രാം കുറയുന്നു. അത് 39 ദിവസം നാടാകെ ചുറ്റി നടന്നിട്ടാണ് കൊണ്ടുവരുന്നത്. അതിന്റെ അകത്തുനിന്ന് തൂക്കം 4.5 കിലോഗ്രാം കുറയുന്നു. സ്വർണ്ണമാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വർണം പതിച്ചതിന് പകരം പിന്നെ സ്വർണം പൂശലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും 2025 വീണ്ടും പൂശാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇവർ അതൊക്കെ അവിടെ നിർത്തിയിട്ട്, കാരണം ഇത് അന്വേഷിച്ച് തുടങ്ങിയാൽ, ഇത് അന്വേഷിച്ച് പൂർത്തിയാക്കിയാൽ കൂടുതൽ CPM-ന്റെ നേതാക്കന്മാർ പിടിയിലാകും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവര് മനഃപൂർവ്വം അതാം കൊണ്ട് നിർത്തിയിട്ട് 2017 സ്വർണ്ണക്കൊടിമരം, ആ സ്വർണ്ണക്കൊടിമരം അത് എന്താ പറയാ UDF ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു. യഥാർത്ഥത്തിൽ 2017 എന്ന് പറയുമ്പോൾ പിണറായി സർക്കാർ അധികാരം ഏറ്റിട്ടുണ്ട്. പക്ഷേ ഈ ദേവസ്വം ബോർഡിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ദേവസ്വം ബോർഡിൽ K. ശങ്കരൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു പ്രതിനിധി മാത്രമേ ഉള്ളൂ. K. ശങ്കരൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു പ്രതിനിധി, ഒരു അംഗവും
പിന്നെ അജയ് തറയിലാണ് മറ്റൊരംഗം.